ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് മഹേന്ദ്രയുടെ XEV90 അതിന്റെ പുതിയ വെർഷനായ XEV90 സീനിലെക്സുമായിട്ടാണ്. അപ്പൊ ഈ പുതിയ വേരിയന്റിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കാം. അധികം സമയം കളയാതെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഓക്കെ, നമുക്ക് ഈ വാഹനത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് മഹീന്ദ്രയെ പറ്റി പറയാം. മഹീന്ദ്രയെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂക്ക ബിഗ് ബിയിൽ പറഞ്ഞ ഡയലോഗാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാലിക്ക പഴയ ബിലാലിക്കയാണ്. ബിലാലിക്ക പഴയ ബിലാലിക്കയാണെങ്കിലും മഹീന്ദ്ര പഴയ മഹീന്ദ്രയല്ല. ഈ ഡയലോഗ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇതിന്റെ മുൻവശത്ത് നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. മുൻവശത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ക്യാമറയും പിന്നെ കണക്റ്റഡ് ഹെഡ് ലാമ്പും പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു ഇലിമിനേറ്റഡ് ലോഗോയും കാണാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബൈ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വിത്ത് LED DRLs. സാധാരണ 90യെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ഹെഡ് ലാമ്പാണ് രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈ വാഹനത്തെ മറ്റു 90കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ സീനിലെക്സ് ബാഡ്ജും പിന്നെ അതിന്റെ പെയിന്റിംഗ് സ്കീമുമാണ്. പെയിന്റിംഗ് സ്കീം നോക്കി തന്നെ നിങ്ങൾക്ക് അറിയാം, അതൊരു മാറ്റ് ഫിനിഷ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. അതിന് മഹീന്ദ്ര വിളിക്കുന്നത് സാറ്റിൻ ബ്ലാക്ക് എന്നാണ്. രണ്ട് നിറങ്ങളിലായിട്ടാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സാറ്റിൻ ബ്ലാക്കും പിന്നെ ഒന്ന് വൈറ്റ് കളറാണ്. ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രം, അഥവാ ഫാക്ടറി വേരിയന്റിൽ മാത്രമേ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് സാധാരണ 90യിൽ കാണുന്ന പോലെ തന്നെ ഫ്ലഷ് ഹാൻഡിൽ ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലസ് അഡാസ് ലെവൽ 2യും പിന്നെ 360 ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സേഫ്റ്റിയുടെ ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പിന്നിലായി മുകളിൽ ഒരു ഷാർക്ക് ഫിൻ ആൻഡിന് ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു സ്പോയിലറും കാണാം. എഗെയിൻ നമുക്ക് പിന്നെയും പുറകുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കണക്റ്റഡ് ടെയിൽ ലാമ്പും കാണാം. സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതിൽ ആഡ് ചെയ്തിരിക്കുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ക്യാമറയും അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കാണാം. പിന്നെ പുറകുവശത്തായി XEV90യുടെ വലിയൊരു ബാഡ്ജിങ്ങും പ്ലസ് ഇൻഫിനിറ്റി ഇലിമിനേറ്റഡ് ലോഗോയും നമുക്ക് കാണാം. പിന്നെ ഇതിന്റെ വീലിന്റെ ഭാഗത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡയമണ്ട് കട്ട് 19 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരു 245 സെക്ഷൻ ഗുഡിയർ ടയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ സാധാരണ 90യിൽ കാണുന്ന നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ടെയിൽ ഗേറ്റ് ഡോർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡോർസ് എല്ലാം 90 ഡിഗ്രി ആംഗിളിൽ തുറക്കാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം നമുക്ക് ഉള്ളിലേക്ക് കയറാനും പുറത്തിറങ്ങാനും സാധിക്കുന്നു. പിന്നെ പുറകുവശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിഗംഭീരമായ ഒരു ബൂട്ട് സ്പേസ് കാണാം. 663 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് ഉള്ളത്. സോ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൽ കയറ്റി വെക്കാം. പിന്നെ ഇതൊരു റിയർ മോട്ടോർ വെഹിക്കിൾ ആയ കാരണം ഇതിന്റെ ബോണറ്റിന്റെ ഇടയിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്, സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന പോലെ. അതിനത് മഹീന്ദ്ര പറയുന്നത് ഫ്രങ്ക് എന്നാണ്, ഫ്രങ്ക് സ്പേസ്. ഇതൊരു 150 ലിറ്റർ ഫ്രങ്ക് സ്പേസുമായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനോഹരമായ ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈലിലുള്ള ഒരു സ്റ്റിയറിംഗ് വീല് കാണാം. അതിന് നടുവിലായിട്ട് ഇലിമിനേറ്റഡ് ഇൻഫിനിറ്റി ലോഗോയും കാണാം. ഇതിൽ സീറ്റ്സ് എല്ലാം വരുന്നത് അതിമനോഹരമായ ബ്ലാക്ക് ലെതറേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. പക്ഷേ ഫ്രണ്ടിൽ 2 സെക്ഷൻ സീറ്റുകൾക്ക് മാത്രമേ വെന്റിലേറ്റഡ് സീറ്റ് ഉള്ളൂ, കോ ഡ്രൈവറിനും പാസഞ്ചർക്കും. ഇതാണ് ഇതിന്റെ പുറകിലെ സീറ്റുകൾ. ഇതിന് നടുവിലായിട്ട് ഒരു ഫോൾഡിംഗ് ആംറെസ്റ്റോട് കൂടിയിട്ടാണ് ഈ സീറ്റ് വരുന്നത്. പിന്നെ ഈ വാഹനത്തിന്റെ ഏറ്റവും പ്രത്യേകതയായിരുന്ന ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഈ ഹെഡ് ഡൗൺ ഡിസ്പ്ലേ. ഹെഡ് ഡൗൺ ഡിസ്പ്ലേ എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങൾ നമുക്ക് സ്പീഡോമീറ്ററിൽ കാണുന്നതെല്ലാം നമുക്ക് ഇതിന്റെ വിൻഷീൽഡിലൂടെ കാണാൻ കഴിയും. അതാണ് ഹെഡ് ഡൗൺ ഡിസ്പ്ലേയുടെ ഗുണം. ഇത് നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ വാഹനങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ ലഭിക്കുക. പിന്നെ ഇതിന്റെ അടുത്ത് വരുന്ന ഒരു ഗംഭീര ഫീച്ചറാണ് ഇതിന്റെ ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇത് ട്രിപ്പിൾ ഡിസ്പ്ലേ ആണ്. അതിന് മഹീന്ദ്ര വിളിക്കുന്നത് കോസ്റ്റ് ടു കോസ്റ്റ് ഡിസ്പ്ലേ എന്നാണ്. 3 MOLED പാനലുകൾ സ്പ്ലിറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഒന്ന് സ്പീഡോമീറ്ററിന് വേണ്ടിയും പിന്നൊന്ന് സെൻട്രൽ ഡിസ്പ്ലേ പിന്നൊന്ന് കോ പാസഞ്ചർ ഡിസ്പ്ലേ. ഈ കോസ്റ്റ് പാസഞ്ചർ ഡിസ്പ്ലേയിലും സെൻട്രൽ ഡിസ്പ്ലേയിലായിട്ടാണ് നമുക്ക് യൂട്യൂബ് കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല OTT പ്ലാറ്റ്ഫോംസും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വിൻഷീൽഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സെൽഫി ക്യാമറ പ്ലസ് അതിന്റെ സൺറൂഫ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് പിന്നെ റിയർ വ്യൂ മിററും നമുക്ക് കാണാൻ കഴിയും. അതിൽ തന്നെ ഒരു SOS സ്വിച്ചും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതിന്റെ നേരെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വയർലെസ് ചാർജിംഗ് പാഡും പിന്നെ 2 USB-C ടൈപ്പ് പോർട്ടുകളും കാണാം. അതിനോടൊപ്പം തന്നെ ഒരു പോർട്ട് വന്നിട്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അത് 65 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജിംഗ് യൂണിറ്റ് ആണ് അതിലുള്ളത്. പിന്നെ സ്റ്റിയറിംഗിന്റെ അടുത്തായി തന്നെ നമുക്ക് റിയർ ബൂട്ട് ഓപ്പണിംഗ് സ്വിച്ചും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ്, ഹിൽ ഡിസെന്റ് കൺട്രോൾ, ചാർജിംഗ് എല്ലാത്തിന്റെ സ്വിച്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് പാഡിൽ ഇതിനെ ഷിഫ്റ്റ് ബയർ ലിവർ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ തന്നെ പാർക്കിംഗ്, ന്യൂട്രലും ഡ്രൈവും എല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതാണ് ഇതിന്റെ സെൻട്രൽ കൺസോൾ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് AC-യും കാര്യങ്ങൾ, മ്യൂസിക് എല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയും. അടുത്ത് തന്നെ നമുക്ക് EPB ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് സ്വിച്ചും കാണാം. പിന്നെ സാധാരണ 90 പാക്ക്-3യിൽ കാണാവുന്നതുപോലെ ഹാർമൻ ഗാർഡന്റെ 16 സ്പീക്കറാണ് വരുന്നത് വിത്ത് 1 സബ് ഓഫർ. പിന്നെ ഇത് ഡോൾബി അറ്റ്മോസ് ട്യൂൺഡ് ആണ് കേട്ടോ. എന്നതാണ് ഇതിന്റെ റിവേഴ്സ് പാർക്കിങ്ങിന്റെ നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. ഇതിൽ തന്നെ 360 ക്യാമറ ഉള്ള കാരണം എല്ലാം നമുക്ക് വിശദമായിട്ട് കാണാൻ കഴിയും. അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് ഇതിന്റെ SBS സ്വിച്ച്, സ്റ്റാർട്ട് ബട്ടൺ സ്റ്റോപ്പ് സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. സ്റ്റിയറിംഗിന്റെ താഴെയായിട്ടാണ് വരുന്നത്.
അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇതാണ് ഇതിന്റെ ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റബിൾ. ഇത് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സീറ്റാണ് ഈ വാഹനത്തിൽ വരുന്നത്. 6 വേ ആയിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ 3 മെമ്മറി ഫംഗ്ഷൻസും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് സീറ്റ് നമുക്ക് ആൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് ഈ വാഹനത്തിലെ സ്കൈ റൂഫ്. ഇത് നമുക്ക് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ കഴിയില്ല, ജസ്റ്റ് കർട്ടൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഇതിൽ എന്താ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ പല നിറങ്ങളിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്ലസ് മഹീന്ദ്രയുടെ ഒരു വലിയ ലോഗോ. പിന്നെ ഇതാണ് ഇതിന്റെ ആംറസ്റ്റ് വരുന്നത്. ആംറസ്റ്റ് പ്ലസ് നമുക്കതിൽ കീ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു അറയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിന്റെ ഗ്ലോ ബോക്സ് വരുന്നത്. ഇതാണ് അത്യാവശ്യം സ്പേസ് ഉള്ളതാണ്. പിന്നെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റിയർ AC വെന്റ്സ് കാണാം. പിന്നെ താഴത്തായിട്ട് ഒരു വയർലെസ് ചാർജിങ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. പിന്നിലിരിക്കുന്നവർക്ക് ഒരു വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഈ വയർലെസ് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ഇത് അഡീഷണലി നമുക്ക് സ്ക്രീൻ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അതിന് താഴത്തായിട്ട് ഒരു ടൈപ്പ് 65 വാട്ട് ചാർജറിന്റെ ഒരു പോയിന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് റിക്ലൈനർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 12 വോൾട്ട് ചാർജർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി 2 LED കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയിലായിട്ടാണ് ഇതിന്റെ വേരിയന്റ് കൊടുത്തിട്ടുള്ളത്. QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാം കേട്ടോ. സൈഡിലായിട്ട് നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് എലമെന്റും കാണാം. പിന്നെ നമുക്ക് ഇതിന്റെ സസ്പെൻഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫ്രണ്ടിലായിട്ട് ഒരു ഐലിങ്ക് സസ്പെൻഷനും ബാക്കിലായിട്ട് 5 ലിങ്ക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് സെമി അഡാപ്റ്റീവ് സസ്പെൻഷൻ ആയിട്ടാണ് വരുന്നത്. ഇലക്ട്രിക്കലി അഡാപ്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം എന്ന് പറയുന്നത് അതിഗംഭീരമായിരിക്കും ഈ വാഹനത്തിൽ. ഇതൊരു ഇലക്ട്രിക് വാഹനമായത് കാരണം ഇതിന്റെ ബാറ്ററിയെ പറ്റി പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇതിലൊരു 79.9 kW ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു 500 ഏകദേശം ആ റേഞ്ചിലൊരു മൈലേജും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി ഇതിന്റെ ഹോം ചാർജർ വന്നിട്ട് നമുക്കിത് ഓപ്ഷനിലാണ് മഹീന്ദ്ര തരുന്നത്. നമുക്ക് ചാർജർ വേണമെങ്കിൽ അഡീഷണൽ ക്യാഷ് കൊടുത്ത് നമുക്ക് വാങ്ങാം. ചാർജർ വേണമെങ്കിൽ ആ പൈസ നമുക്ക് എമൗണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഹോം ചാർജിൽ ചാർജ് ചെയ്യണമെങ്കിൽ 11.2 kW ഹോം ചാർജിങ് വരുന്നത്. അത് ഏകദേശം ഒരു 11 മണിക്കൂറിന്റെ അടുത്ത് ഏകദേശം എടുക്കും. പിന്നെ നമുക്ക് സാധാ ട്രാവൽ ചാർജിനാണെങ്കിൽ ഒരു 12-13 മണിക്കൂർ എടുക്കും ഫുള്ളാവാൻ. മാത്രമല്ല ഹൈ സ്പീഡ് DC ചാർജർ 140 to 180 kW DC ചാർജർ ഇത് സപ്പോർട്ട് ചെയ്യും. അത് ഏകദേശം നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഫുള്ളാവും. പിന്നെ ഈ വാഹനം വരുന്നത് 282 bhpയും 380 Nm ഓഫ് ടോർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണത്. ഈ വാഹനത്തിന് നമുക്ക് ഏകദേശം 34,97,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വിത്തൗട്ട് ഹോം ചാർജറിങ്ങിലാണ് വാഹനം എടുക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഒരു $85,000 നമുക്ക് ലെസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് XEV9 സിനിലെക്സിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. അണ്ടിൽ ദെൻ ബൈ ബൈ.